ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് കോർണർ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നതേ ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള താറാവ് ഉപയോഗിച്ചുള്ള ഒരു മപ്പാസ്. തേങ്ങാപ്പാലില്ലാതെ അതേ രുചിയിൽ എങ്ങനെ മപ്പാസ് ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യും. അതിന് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ വരുന്ന ഓൾ എന്ന ഒരു ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന അടിപൊളി റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിഷ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 താറാവിൻ്റെ മാംസമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല കുട്ടനാടൻ താറാവ്. ഇതിൽ ഉപ്പും മഞ്ഞളും പുരട്ടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇത്തിരി വട്ടമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടി 1 സ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കൊരല്പം വിനാഗിരിയും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായി ഈ മാംസം മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഡിഷിൽ റെഡ് ചില്ലി പൗഡർ നമ്മൾ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കത് ഇതിൻ്റെ കൂടെ ഇടേണ്ട ആവശ്യമില്ല. ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ താറാവിൻ്റെ മാംസത്തിൽ നന്നായി ഇത് പുരട്ടി നമുക്കൊരു അരമണിക്കൂർ നമുക്ക് മൂടി വയ്ക്കാം. അതിനുശേഷം ഒരു 6 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് 4 സ്പൂൺ, വേപ്പില, ഒരു 8 സവാള അരിഞ്ഞത്, പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞത് നമുക്ക് എടുക്കാം. ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അല്ലാതെ നമ്മൾ ഓയിലൊന്നും ഉപയോഗിച്ച് ഒരിക്കലും ഇറച്ചിയും മീനും ഒന്നും കറി വയ്ക്കരുത്. അതിലേക്ക് നമുക്കൊരു അല്പം മാറ്റി വെച്ചിരിക്കുന്ന വേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒത്തിരി കനം കുറച്ചരിയേണ്ട ആവശ്യമൊന്നുമില്ല മപ്പാസൊക്കെ കറി വയ്ക്കുമ്പോൾ. കാരണം ഇതിലേക്ക് നമുക്ക് ഒത്തിരി സവാള ആവശ്യമാണ്. അത് കുറുകി വരണം. നമ്മൾ നന്നായി വഴറ്റിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ അത് തനിയെ വെന്ത് അരിഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് വന്നോളും. നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ട് വന്നോളും. നന്നായി വഴറ്റി അതൊരൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഒരു 2 സ്പൂൺ നിറയെ കുരുമുളക് പൊടി ഇട്ടെടുക്കുക. കാരണം നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ഉപയോഗിക്കണില്ല. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 6-7 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക. പിന്നെ ഇതിൻ്റെ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 സ്പൂൺ നമുക്ക് റെഡ് ചില്ലി പൗഡറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് മല്ലിപ്പൊടിയും സവാളയും നമ്മൾ കൂടുതലിടുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കാത്തതുകൊണ്ടാണ്. ആ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അതേ ഒരു ലുക്കായിരിക്കും ഇപ്പം ഈ നമ്മൾ ഈ കറി വെച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കറിയുടെ അതേ സ്റ്റൈലായിരിക്കും. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റാം. തക്കാളിയിലെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് മാറിക്കിടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി റെഡിയാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടി പിടിക്കാതെ ശരിക്കും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിച്ച കറിയുടെ മൊത്തം ടേസ്റ്റ് മാറിപ്പോവും. അതിനുശേഷം നമുക്ക് മുളകൊക്കെ പറ്റി വെച്ചിരിക്കുന്ന താറാവിറച്ചി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മാംസത്തിലെല്ലാം മസാല നന്നായി പുരണ്ടിരിക്കണം. അരപ്പ് എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പുരട്ടി വയ്ക്കാനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൂട്ടി അതിലേക്ക് ഒരു 2 കപ്പ്
തിളച്ച വെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 3 ഉരുളൻകിഴങ്ങ് 4ആക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കാരണം അല്പം നെയ്യ് കൂടുതലായി താറാവിനും. ഉരുളൻകിഴങ്ങ് ഇട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 7 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 7 മിനിറ്റ് ആയപ്പോഴേക്കും കറി നന്നായി തിളച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കി കൂട്ടി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് ഒന്നും കൂടി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉണ്ട്, ഇപ്പോൾ വെള്ളം ശരിക്കും താറാവിന് ശരിക്കും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞു. ഇത് എത്രയും വെള്ളം നമ്മൾ ഒഴിച്ചതിന് എൻ്റെ ഒരു 3 ഇരട്ടി വെള്ളം ഇപ്പോൾ കറിയിലുണ്ട്. അതൊന്നും കൂടി മൂടി വെച്ച് 5 മിനിറ്റ് നമുക്ക് തീ ഫുൾ ഫ്ലെയിമിലിട്ട് വെയിറ്റ് ചെയ്യാം. മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ ചാറ് ഒന്ന് കുറുകി വരുന്നതുവരെ ഒന്നും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching the video. Bye. തേങ്ങാപ്പാൽ ഒഴിച്ച് മപ്പാസ് വെച്ച അതേ ലുക്ക് അല്ലേ?